ഞാൻ ഈ ബ്രോക്കർ പണി തുടങ്ങിയതിന് ശേഷം ഇതേപോലെ നശിച്ച ഒരു കല്യാണം ഞാൻ നടത്തിയിട്ടില്ല. പിന്നെ ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. നിന്റെ അമ്മാവിയപ്പൻ്റെ അടുത്ത് നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് നീ എന്റെ കയ്യും പിടിച്ചിങ്ങോട്ട് വന്നവൻ അവിടെ പോയി. അതോ ചാരം നിൽക്കുന്നു. എടാ നിന്റെ കാര്യം പറയാനാണോ നിന്റെ അമ്മായിയപ്പന്റെ വീട്ടിലോട്ട് ഈ വന്നത്? എന്നിട്ട് അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് കേറി വാടാ. ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കുക. നിനക്ക് ഈ പെണ്ണിനെ വേണ്ടേ? എന്താ അപ്പൊ ഇവളെ ബന്ധം ഒഴിയാൻ നീ തീരുമാനിച്ചു. ഇത്രയും നല്ല ഒരു പെണ്ണിനെ നിനക്ക് വേറെ എവിടുന്ന് കിട്ടുവടാ? ഇങ്ങോട്ട് നോക്കിയേ, എനിക്കെന്താ ഒരു കുറവ്? നിനക്ക് ഒരു ബെൽറ്റിന്റെ കുറവുണ്ട്. ചെറുപ്പക്കാരുടെ പാഷനെ പറ്റി അറിഞ്ഞൂടെ അകല്ലേ? എന്റെ ഭഗവാനെ, ഒരു ചെറുപ്പക്കാരൻ പാഷനും കാണിച്ച് നിൽക്കുന്ന നിപ്പ് നോക്ക്. നാണം കെട്ട വർത്താനം പറയരുത് കേട്ടോ. എന്ത്? ഇങ്ങോട്ട് വന്നപ്പോ നാട്ടുകാർ മൊത്തം എന്നെ തന്നെ നോക്കി നിന്നത്. നോക്കി നിന്നിട്ട് ആൾക്കാർ ചിരിക്കുകയും ചെയ്തു. എന്താ എന്റെ ഫാഷൻ? പാഷൻ കണ്ടോണ്ടല്ല, അങ്ങ് മാവേലിക്കരന്ന് ഇവിടം വരെ പാന്റിന്റെ സിബ് ഇടാതെ വന്നാൽ ആരായാലും അതുമില്ലായിരുന്നോ? ശീലമില്ല, അതാ. എന്നിട്ട് ഞെളിഞ്ഞെന്ന് പറഞ്ഞോ എനിക്ക് എന്താ ഒരു കുറവെന്ന്. ഞാനൊരു കാര്യം പറയാം, എന്നെ ആവശ്യമില്ലാതെ കളിയാക്കാതെ അങ്ങനെ വിളിക്ക. ഞാനൊന്ന് നോക്കട്ടെ. ആളിവിടെ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. കള്ളത്തരം പറയുന്നത് ഇടിച്ചാൻ കൊല്ലും. വിളിക്കണോ? പ്രഭാകരൻ പിള്ളേ. മാമ പ്രഭാകരൻ പിള്ളേ. പന്നൻ പിള്ളേ. എന്നൻ പിള്ളയോ? അല്ല, പന്നൻ പിള്ള. കള്ളം പിള്ളേ. ഇവിടെ ഉണ്ടായിട്ട് എന്നോട് ഇല്ലെന്ന് കള്ളം. ആരാ അവിടെ കോളിംഗ് ബെല്ലടിച്ച് ശബ്ദം ഉണ്ടാക്കുന്നത്? ഞാൻ കോളിംഗ് ബെല്ലടിച്ചതല്ല, ഞാൻ കരഞ്ഞതാ. പിള്ളേ ഓടരുത്. പിള്ളേക്ക് എന്നെ മനസ്സിലായില്ലയോ? ഇല്ല. നിങ്ങളുടെ മോളുടെ കല്യാണം നടത്തി തന്ന രണ്ടാനാണ് ഞാൻ. രണ്ടാനല്ല, മൂന്നാൻ. മൂന്നാനെന്നായിരുന്നു. ഇങ്ങോട്ട് കേറി വന്നപ്പോ എവ ഒരെണ്ണം അടിച്ചം കിളക്കി. അപ്പൊ രണ്ടാൻ. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മോനെ ബാഗേറി ഇരിക്കുന്നേ. ഞാനെന്താ ഹിപ്പപ്പൊട്ടാമസാന്നോ? അതെന്നാ ബാഗേറി ഇരിക്കുന്നെന്ന് പറഞ്ഞു? മോൻ ഇങ്ങോട്ട് കയറി ഇരിക്കും, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാം. ഞാൻ നിങ്ങളുടെ ഔദാര്യം സ്വീകരിക്കാനും ഇരിക്കാനും വന്നവനല്ല കേട്ടോ. അയ്യോ, ആണല്ലോ. അല്ല രണ്ടാനെ എന്തോ പ്രശ്നം? എന്തുവാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഓക്കെ, എന്താ മോനെ പ്രശ്നം? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങൾ രണ്ടുപേരും ഒന്നും പറയുന്നില്ല, ഞാൻ തന്നെ എന്ന് പറയാനായിട്ട് സ്റ്റാൻഡപ്പ് കോമഡി അല്ല. ഇങ്ങനെ മോളെ കാര്യം പറയാനാണോ നീ ഇങ്ങോട്ട് കയറി വന്നത്? അതെ. എന്നാ പോയി കാര്യം പറ. അതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്നാ പറ. എന്തിനാന്നറിയാവോ? ഇയാളുടെ മോള് നല്ലപോലെ പാട്ട് പാടുമെന്ന് കള്ളം പറഞ്ഞിട്ടല്ലോ എനിക്ക് കല്യാണം കഴിച്ച് തന്നേ. ആണാ? പാട്ട് പാടുമെന്ന് കള്ളം പറഞ്ഞതിന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്ക് കിട്ടിയായിരുന്നു. അതിന് ഇത്രയും ഫോഴ്സ് ഇല്ലായിരുന്നു. എന്റെ മരുമോനെ ഇങ്ങനെ ഇതിനകത്ത് ഇടപെട്ടാ നിങ്ങൾക്കും കിട്ടും. നീ തല്ലുവോ തല്ലാതിരിക്കും എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ കേസ് കിട്ടാൻ ഇടപെടുന്നില്ല. പിന്നെ എന്റെ സ്വന്തം മോളെ കള്ളം പറഞ്ഞ് കല്യാണം കഴിപ്പിച്ച ഒരു തെണ്ടിയാ ഈ പ്രഭാകരൻ പിള്ള. നിങ്ങൾക്കൊരു വിചാരം ഉണ്ട്? അയ്യോ, അങ്ങനെ ഒരു വിചാരമില്ല. എന്നാ അങ്ങനെ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് സോൾവ് ചെയ്യണം. കേട്ടോ, ഓരോന്നോരോന്ന് വെളി വരുന്നുണ്ട്. ചോദിക്ക്. ഞാൻ ചോദിക്കട്ടെ. ആദ്യ രാത്രി നിങ്ങളുടെ മോളുണ്ടല്ലോ, ആ മണിയറയുടെ മൂലക്ക് നിന്ന് സിഗരറ്റ് വലിക്കുന്നെന്ന്. എന്റെ ദൈവമേ, ആ കല്യാണ ദിവസി അവിടെ കൂട്ടുകാരോ ബന്ധുക്കാരോ ആരേലും ഇവക്ക് ഇച്ചിരി പൈസ കൊടുത്തു കാണും. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതെന്താ കാര്യം? കല്യാണത്തിന് മുമ്പ് വീഡിയോ ആകിച്ചിക്കൊണ്ടിരുന്നത്. അതൊക്കെ അങ്ങനെ വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. എന്നാ അത് പോട്ടെ. ഞാൻ രാത്രി ചെന്ന് നോക്കിയപ്പോ കട്ടിലിന്റെ അടിയിൽ ഒരു കുപ്പി മദ്യം, 2 ഗ്ലാസ്, പിന്നെ ടച്ചിങ്സും 2 കുപ്പി വെള്ളവും. അല്ല, ആദ്യത്തെ ഞാൻ സമ്മതിച്ചു. രണ്ടാമത്തെ അവൾ അങ്ങനെ കാണിക്കത്തില്ല. അവിടെയല്ല ഞാൻ സമ്മതിക്കത്തില്ല. അവള് കുടിക്കത്തില്ലയോ? കുടിക്കും, പക്ഷെ വെള്ളം ഒഴിച്ച് കുടിക്കത്തില്ല. ട്രൈ ആക്കിച്ചത്. അല്ല, വേറെ കാര്യമുണ്ട്. ഇതൊക്കെ അങ്ങ് വലിയ കാര്യമല്ലല്ലോ. അതങ്ങ് ക്ഷമിക്കാവുന്ന കേസല്ല ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ അതങ്ങ് ക്ഷമിക്കണം. കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ അവളുടെ ദേഹത്തൊന്ന് സ്പർശിക്കാൻ എന്നെ അനുവദിച്ചിട്ടില്ല, അറിയാവോ? ഇത് എന്തൊരു പെണ്ണെന്ന് പറയുന്നത്? എന്താ കാര്യം? എന്തോ അതുകൊണ്ട് എന്താ അവക്കെന്തോ ഒരു നേർച്ച ഉണ്ടായിരുന്നു. അല്ല, അവിടെ ഭക്തിയുടെ കാര്യത്തിൽ അവള് ചില മുന്നാ കേട്ടോ. അതുകൊണ്ടായിരിക്കും നേർച്ച. അതായത് ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം മാത്രമേ ഭർത്താവായ ഞാൻ അവളുടെ ദേഹത്ത് സ്പർശിക്കാവൂ. അതാ പറഞ്ഞ ഭക്തിയുടെ കേസ് കൊണ്ടുകൊള്ളാം. ആയിക്കോട്ടെ. അയ്യോ, ദൈവകാര്യമല്ലയോ? ഞാൻ അങ്ങ് ക്ഷമിച്ചു. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. ഇല്ല, നീയുണ്ടോ? 50 പവൻ മേടിച്ച് കല്യാണം കഴിക്കാൻ ഇരുന്ന ഒരുത്തനാ ഞാൻ. ആണോ? അത് ശരിയാ. 50 പവന്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാം. അതായത് നിനക്ക് പെണ്ണിന്റെ അത്ര പൊക്കമില്ല എന്നും പറഞ്ഞൊരു 10 പവൻ അവരങ്ങ് കുറച്ചു. അല്ല, ബാക്കി അപ്പൊ
40 ഉണ്ടല്ലോ. അത് നിനക്ക് പെണ്ണിന്റെ അത്രയും വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞൊരു 10 കൂടെ അവരങ്ങ് കുറച്ച്. കുറച്ചാ അല്ല ബാക്കി 30 ഉണ്ടല്ലോ അന്നേരം. എടാ ഇനിയും നിന്റെ കുറവ് പറഞ്ഞുകൊണ്ടിരുന്ന നീ 101 പവൻ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് മിണ്ടാതെ അവിടെ കാണാൻ നിന്നോളാം. സത്യം പറഞ്ഞ കേൾക്കാം. ഞാൻ ജീവിതത്തിൽ കല്യാണമേ കഴിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാ ഞാൻ അറിയാം. ഞാനിവിടെ നിപ്പുണ്ടേ. 15 വയസ്സ് മുതൽ കല്യാണം ഭ്രാന്ത് പിടിച്ച് നടന്നൊരുത്തനാ ഞാൻ. അറിയാലോ. അതാ ഞാൻ പറഞ്ഞു വന്നത്. എന്റെ അച്ഛൻ എനിക്ക് ദൈവത്തെ പോലായിരുന്നു അറിയാവോ. ഓക്കെ. മരിച്ചുപോയ എന്റെ അച്ഛന്റെ ഫോട്ടോ ഞാൻ ദൈവങ്ങളുടെ കൂടെ കൊണ്ടുവച്ചിരുന്നത്. അതെന്തിനാ അവിടെ കൊണ്ടുവച്ചത്? വേറെ വെക്കാൻ തലം വേണ്ട. അല്ല അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാ. 1-2 വരയും 3-4 കുത്തും. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അത്രേ ഉള്ളൂ. എന്നിട്ട് ഇയാളുടെ മോൾ ഇങ്ങോട്ട് വന്ന് അതെടുത്ത് ഒറ്റ ഏറാ. എന്നിട്ട് എന്നോട് ചോദിക്കുവാ, എന്തോ ചോദിച്ചു? ദൈവങ്ങളുടെ ഫോട്ടോയുടെ കൂടെ എന്തിനാ QR കോഡ് കത്തിച്ച് വെച്ച് നിലവിളക്ക് കത്തിച്ചേക്കുന്നതെന്ന്. ദൈവമേ, ആ പൂജാപുരിയിൽ നിന്റെ അച്ഛന്റെ ഫോട്ടോ ആയിരുന്നോ? പിന്നെ അടുക്കള കാണാൻ വന്നപ്പോ ഏതോ അമ്പലത്തിലെ ഉത്സവ പിരിവിന് വെച്ചിരിക്കുന്ന ഞാനും അത് സ്കാൻ ചെയ്ത് അതിനകത്ത് 50 രൂപ ഇട്ടിട്ടാ വന്നേ. അത് പോട്ട്. അത് പോട്ടാനൊക്കത്തില്ല. അയ്യോ അതിനാ പനി വന്നിട്ട് ചികിത്സ കിട്ടാതെ ആശുപത്രി കയറ്റാതെ മരിച്ചുപോയ എന്റെ അച്ഛന്റെ ഫോട്ടോ AI-യിൽ കയറ്റി റെഡിയാക്കാനിരുന്ന ഒരു വ്യക്തിയാ ഞാൻ അറിയാമോ. എടാ പനി വന്നപ്പോ അങ്ങനെ ആശുപത്രി കയറ്റി വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ AI കയറ്റേണ്ട വല്ല കാര്യം. മറ്റേ വർത്താനം പറഞ്ഞു ഞാൻ പറഞ്ഞു. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. വേറെ കുഴപ്പമുണ്ട്. എന്തുവാ? എന്റെ അമ്മ എന്റെ കാണപ്പെട്ട ദൈവമായിരുന്നു അറിയാമോ. നീ എന്തുവാടാ ദേവലോകത്താണോടാ താമസിക്കുന്നത്? മുഴുവൻ അങ്ങ് ദൈവങ്ങളാണല്ലോ. പറഞ്ഞോന്ന്. എന്നിട്ട് ഇയാളുടെ മോളുണ്ടല്ലോ, എന്റെ കാണപ്പെട്ട ദൈവ എന്റെ അമ്മയുടെ ദേഹത്ത് ചട്ടുകം പഴിപ്പിച്ചു വെക്കാൻ ഈ നീളത്തിലൊരു ചട്ടുകം പഴിപ്പിച്ചു വെച്ചോണ്ട് നിൽക്കുന്നു. എടാ നിന്റെ വായിക്കാത്ത നാക്കില്ലേ, നിനക്ക് അങ്ങോട്ട് ചോദിക്കത്തില്ലായിരുന്നോ? ചോദിച്ച് മേടിച്ച് നക്കാനേ അത് ഐസ്ക്രീം അല്ല, ചട്ടുകമാ പഴിപ്പിച്ചത്. പ്രഭാകര പിള്ളേ, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. എല്ലാ കാര്യത്തിനും ഇവനെ മാത്രം അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞു അവിടെ കുറ്റം കേൾക്കണമല്ലോ. ഇവന്റെ അടുത്ത് അവർക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഇവനോട് തീർക്കണം. ഞാൻ ഒരു ദിവസം ഇവനെ കാണാനായിട്ട് വീട്ടിൽ ചെന്നപ്പോണ്ടല്ലോ, യവൻ പുറച്ചു മൂടി കിടന്ന പുറപ്പെടുത്തോണ്ട് വന്നിട്ട് ഇവള് ചാണക വെള്ളത്തിനകത്തിട്ട് മുക്കുക. മാറിയിട്ട് പോയിച്ചാ ഞാൻ അവിടെ നിന്നില്ല, ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളെ അത് പറഞ്ഞിട്ട് അവൾക്ക് 2 അടി ഞാൻ വെച്ചു കൊടുക്കും. അല്ല മാമ, അതിനകത്ത് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനാ മേടിച്ച പിന്നെ ആദ്യമായിട്ടായിരുന്നു എന്റെ ആ പുതപ്പൊന്ന് കഴുകുന്നത്. അത് ചാണകവെള്ളം അല്ലായിരുന്നു. പുതപ്പ് മുക്കി വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞല്ലോ നിങ്ങൾ വന്നത്. ഈ പുതപ്പ് മേടിച്ചിട്ട് എത്ര നാളായി? പുതപ്പ് മേടിച്ചിട്ട് ഒരു 6-7 ദിവസമേ ആയതേ ഉള്ളൂ. അല്ലെന്ന് ഞാൻ 7 പഠിച്ചോണ്ടിരിക്കുമ്പോ മേടിച്ചാന്ന്. ആദ്യമായിട്ട് കഴുകുവാന്നോ? എന്റെ മോളെ, നീ അന്നേരം ഓടി രക്ഷപ്പെട്ട കാര്യമല്ല, അവിടെ കിണി ചത്തേനെ. പിന്നെ ഞാനൊരു കാര്യം പറയാം. എന്താ? എനിക്കും അതല്ല. ചുമ്മാ അങ്ങ് പറഞ്ഞതാ. ഒരു സീരിയസ് കാര്യം പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങോട്ട് പറ. എടോ എനിക്കും അതല്ല. ഞാൻ എന്റെ പാട്ടിന് പോവാ. എന്തുവാ പറയാതെ ഞങ്ങൾക്ക് 2 പേർക്കും അതാണ്. ഞാൻ അങ്ങനെ പറയരുത്. എനിക്കതല്ല. ഇത് പറയാതെ തുടങ്ങാൻ പറ്റത്തില്ലയോ? എനിക്കിത് പറഞ്ഞാലേ നുണ വരത്തുള്ളൂ. ഞാനെന്തോ അതറിയോ, ഞാനൊരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനായിരുന്നു. എവിടാന്നറിയാവോ? എവിടാ? അങ്ങ് കാശ്മീരില് ഓടമഞ്ഞിൻ താഴ്വരയിൽ. പൂക്കുമ്പോൾ ഞാനിവിടെ റീൽസ് ചെയ്യുവല്ല. എന്റെ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പറഞ്ഞോണ്ട് ഇവൻ റീൽസ് ചെയ്യുവാന്നോ? അതെന്ന് പറഞ്ഞാൽ ഈ കാശ്മീർ എന്ന് പറഞ്ഞോണ്ടല്ലോ, ഇവിടുത്തെ ലൂട്ടല്ല, മൊത്തം മഞ്ഞ. പച്ചയും വെള്ളം ഒന്നും ഇല്ലയോ? എടാ മഞ്ഞ് അവിടെ നിന്ന് തീവ്രവാദികളുടെ ബഹളവാ. അയ്യോ, കാശ്മീരിലെ മഞ്ഞ് വീണ മടമടക്കുകളിൽ അതാരാ മടക്കി? പാറയുടെ സൈഡിൽ കൂടെ ഞാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? എന്റെ വലത്ത് കയ്യിൽ എന്തർത്തോക്കും. മുഖത്ത് നോക്കി കള്ളം പറയരുത് കേട്ടോ. ഒളിഞ്ഞോ? ഇത് വലത്ത് കയ്യാ, അപ്പുറത്ത് കൊടുത്തത് എന്തർത്തോക്ക്. എന്റെ വലത്ത് കയ്യിൽ എന്തർത്തോക്കും, ഇടത്ത് കയ്യിൽ എന്റെ ജീവനും പിടിച്ചുകൊണ്ടാ ഞാൻ നടന്നത്. അപ്പൊ കക്കൂസി പോകുമ്പോ ജീവിതം കൈവിട്ടു പോകത്തില്ലയോ? കേട്ടില്ലല്ലേ? ഇല്ല. എന്നാ ഏക്കുന്ന വേറൊരു സാധനം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. എന്നാ അതിനെക്കാട്ടി ഏക്കുന്ന ഒരു സാധനം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. എന്നാ പറ. കല്യാണത്തിന് മുമ്പ് പേരുദോഷം കേൾപ്പിച്ച ഒരു പെണ്ണായിരുന്നു, അറിയാവോ? ദൈവമേ, ഈ നാട്ടിലൊരു ആൾക്കാരും അവളെ കുറിച്ച് അങ്ങനെ പറയത്തില്ല. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാണാവള്ളിയുടെ ആയുഷ് പറഞ്ഞായി. എന്നാ മയ്യനാടുള്ള ശശാങ്കം പറഞ്ഞ അല്ല. അല്ലേ ബിജുക്കുട്ടൻ പറഞ്ഞായിരിക്കും. ഇവരൊക്കെ ആരാ? ഇവരൊക്കെ നിന്നെക്കാട്ടി മുന്നേ അവളെ കെട്ടിയോരാ. ആണ്ട കണ്ടോ? അപ്പൊ 3 കെട്ടിയ പെണ്ണിനെ എന്റെ തലയെ കെട്ടിവെച്ച് ഞാൻ കല്യാണത്തിന് മുമ്പേ ഞാനിത് പറഞ്ഞായിരുന്നു. പെണ്ണിന് 4 കെട്ടുള്ളതാണ്. അത് നിങ്ങളുടെ തറവാട്ടിന്റെ കാര്യമല്ലേ പറഞ്ഞത്? അല്ല, ഇവള് കെട്ടിയ കാര്യമോ പറഞ്ഞത്? ഒരു കാര്യം എനിക്കതല്ല. എനിക്കും അതല്ല. ആണ്ട് കിടക്കുന്നു.
എനിക്കതാ. ഞാനൊരു കാര്യം പറ. പറയാം. നിനക്ക് കോംപ്രമൈസ് എന്ന രീതിയിൽ ഇത്രയും കുറവുകളൊക്കെ വെച്ച് ആ കൊച്ചിനെ നന്നായിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 40 പവനോടെ നിനക്ക് അങ്ങ് തരും. എന്താ വർത്താനമായി പറയുന്നത്? 40 പവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ തലയും കുത്തി അങ്ങ് വീഴുന്ന ഒരു വൃത്തികെട്ട വ്യക്തിയാ ഞാനെന്ന് വിചാരം ഉണ്ടോ? എനിക്കങ്ങനെ വിചാരമില്ല. എന്നാ അങ്ങനാണ്. 40 പവൻ തരുമല്ലോ. തരുമെന്ന് ഞാനിനി മാമനോട് സത്യമായിട്ട് ഒരു കാര്യം പറയാം. പറ. ഈ സ്വർണം കണ്ടോണ്ടല്ല, പിന്നെ മാമന്റെ ആ ഒരു വിഷമം കണ്ടോണ്ട് പറയുവാൻ. വിഷമം കണ്ടോണ്ടല്ലയോ? അപ്പൊ സ്വർണം വേണ്ടേ? സ്വർണം വേണം. അയ്യോ, കൃഷ്ണമണി അടിച്ചെന്റെ മൂക്കേ വന്ന് കൊണ്ടുവരാൻ. സ്വർണം ഞാൻ തരാം. അപ്പൊ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. സ്വർണം തരുവാണെന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ട് ജീവിച്ചോണം. വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. മാമ, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെന്തോ അതിന്റെ പ്രശ്നം? അമ്മയുടെ പ്രശ്നം ഒന്ന്. എന്റെ അമ്മയ്ക്ക് പ്രശ്നമുണ്ടോ? ഒരു കാര്യം ചെയ്യ്, ഇവന്റെ അമ്മയെ ഫോണിൽ വിളിക്കാൻ. ഞാൻ സ്ഥിരമായിട്ട് വിളിക്കുന്നുണ്ട്, അത് ശരിയാകത്തില്ല. ഫോണിൽ വിളിച്ചിട്ട് പറ, ആ പ്രശ്നം നമുക്ക് ശരിയാക്കിയേക്കാം. കല്യാണവും നടത്തി കൊടുക്കണം, ഫോണും വിളിക്കണം, ഇതാകെ വിഷയമാണല്ലോ. ഉണ്ട് ലൗഡ് സ്പീക്കർ ഇട്ടിട്ടുണ്ട്. സ്പീക്കർ വിട്ടിരിക്കുവാന്നോ? ഹലോ, സംബന്ധം കൊണ്ട് പ്രഭാതങ്ങളെയാ വിളിക്കുന്നത്. സ്ഥിരം പറഞ്ഞിട്ട് തെറി പറയരുത്, സ്പീക്കർ ഫോൺ ഇട്ടിരിക്കുക. ഞാൻ ഇവനുമായിട്ട് സംസാരിച്ചു, ഏകദേശം കാര്യങ്ങൾ സോൾവ് ആയിട്ടുണ്ട്. ഞാനൊരു 10 പവൻ അവന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 40 പവൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് വിഷയമൊന്നും ഇല്ലല്ലോ? ആര് പറഞ്ഞു വിഷയമൊന്നും ഇല്ലെന്ന്? എനിക്കിതിന് സമ്മതമല്ല. സമ്മതമാണെന്നാണല്ലോ പറഞ്ഞത്. അല്ല, എനിക്കിതിന് സമ്മതമല്ല. അയ്യോ, അമ്മയുടെ വിഷയം എന്തുവാ? അല്ല, ഈ പറഞ്ഞാ കേൾക്കാത്തൊരു പെണ്ണിനെയും തലയ്ക്ക് സുഖമില്ലാത്തൊരു ചെറുക്കനെയും കൂടെ നോക്കാൻ എനിക്കങ്ങ് വയ്യ. തലയ്ക്ക് സുഖമില്ലാത്ത ചെറുക്കൻ അതാരാ? എന്റെ മോൻ. എടോ കാപ്പാൽ പിടിച്ചാലോ? എങ്ങനെ തോന്നിയോ എനിക്ക്? എവിടെ നിന്ന് കിട്ടിയോ ഇവനെ നിനക്ക്? എന്തൊരു ചോദ്യ പ്രഭാകരാണ് ഈ ചോദിക്കുന്നത്? എന്തുവാ? നിങ്ങൾക്കത് ചോദിക്കാൻ കൊള്ളോ? എവിടെ നിന്ന് കിട്ടിയോ ഇവനെ? കഴിഞ്ഞ 7 വർഷം ഊളമ്പാറ സെല്ലിൽ ഞങ്ങൾ ഒരുമിച്ച് കിടന്നവരാ. അപ്പൊ അവനൊരു കാര്യം പറയുമ്പോ ഞാനത് സാധിച്ചു കൊടുക്കണ്ടേ? അത് ശരി. മറ്റേ സ്വർണത്തിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. സ്വർണത്തിന്റെ കാര്യമേ, അകത്തെ ശകലം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ചു കഴിഞ്ഞാൽ ഉടനെ തരാം. ഇവിടൊക്കെ സ്വർണം പുഴുങ്ങിയാണോ കൊടുക്കുന്നത്? സ്വർണം പുഴുങ്ങാനല്ല, നിന്നെ രണ്ടിനെയും കൂടെ പുഴുങ്ങാനാ.